വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് ഞാൻ ചോക്ലേറ്റ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഹെൽത്തിയുമായ ഒരു സൂപ്പർ ടേസ്റ്റി കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ മോയിസ്റ്റും ചോക്ലേറ്റ് റിച്ചുമായ ഒരു കേക്കാണിത്. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പെർഫെക്റ്റ് കോമ്പിനേഷൻ ആണ്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും. അപ്പൊ നമുക്ക് ഈ സിമ്പിൾ ടേസ്റ്റി കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. 2 ഏത്തപ്പഴം തൊലി കളഞ്ഞ് ഇടുക. ഈ 2 ഏത്തപ്പഴം ഇനി നന്നായിട്ട് ഫോർക്ക് വെച്ച് സ്മാഷ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കരുത്. ഏത്തപ്പഴം നന്നായി ഉടച്ചു വന്നപ്പോഴാണ് ഒരു പഴം കൂടി ചേർക്കാമെന്ന് ഓർത്തത്. പിന്നെ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഇനി ഏത്തപ്പഴം ഒന്ന് വിളയിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കാം. ഇതൊരു ഇച്ചിരി നീണ്ട പ്രോസസ്സാണ്. ഇങ്ങനെ ഉരുകി ഉരുകി വരണം. ഇതുപോലെ നന്നായിട്ട് ഉരുകി വരണം. ഒട്ടും കട്ടകൾ ഉണ്ടാവരുത്. ഈ പരുവാകുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഈ സമയം ഷുഗർ ഒന്ന് കട്ട കെട്ടി വരും. അത് സാരമില്ല, അതങ്ങ് ഉരുകി വന്നോളൂ. ഷുഗർ സിറപ്പിൽ തിളച്ചു വന്നപ്പോൾ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കുറേശ്ശെയായി ആഡ് ചെയ്യാം. ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കണേ. ഞാൻ മുഴുവൻ ബനാനയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറുക്കിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പറ്റി കരിഞ്ഞു പോകും. ഏത്തപ്പഴം വെള്ളം വറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ മാറ്റി വെക്കാം. തണുക്കുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് കുറുകി വരും. ഏത്തപ്പഴം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട്. ഇതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ 3 മുട്ട കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം. അതിനായിട്ട് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു അരക്കപ്പ് വെജിറ്റബിൾ ഓയിലും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഓയിലിന്റെ അളവിൽ ബട്ടറും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഒരു അരക്കപ്പ് മൈദ, 35 ഗ്രാം കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, ഇത്രയും നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം പഴം മിക്സിലേക്ക് ഒരു 2-3 ബാച്ചായിട്ട് ചേർത്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. എന്റെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. കൂടെ ആ ബെല്ലേക്കും കൂടി ഒന്ന് അമർത്തണേ. അപ്പൊ ഞാൻ മുഴുവൻ ഡ്രൈ മിക്സും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി 2 1/4 കപ്പ് റവ കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ശേഷം 1/4 കപ്പ് മിൽക്ക് കൂടി കുറേശ്ശെയായി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക.
ഒരു 5 മിനിറ്റ് നമുക്കിതിനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചോക്ലേറ്റ് ചിപ്സ് കൂടി ആഡ് ചെയ്യാം. ഞാനിവിടെ 40 ഗ്രാം ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ട്രേ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ച് എയർ ടാപ്പ് ഔട്ട് ചെയ്തതിനു ശേഷം മുകളിൽ ആവശ്യത്തിന് ചോക്ലേറ്റ് ചിപ്സും വിതറി ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ എന്റെ ഓവൻ സെറ്റപ്പിൽ 45 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുത്തത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചത്. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ നിന്നും ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ മോയിസ്റ്റ് കേക്കാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. അപ്പൊ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ. See you with next video. Bye from Achu.